അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് എടവനക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ബാങ്കിംഗ് സ്ഥാപനമായ IWF അഥവാ ഇസ്ലാമിക് വെൽഫെയർ ഫോറത്തിൻ്റെ പ്രതിനിധി ജനാബ് KU അബ്ദുൽ കയ്യൂം സാഹിബാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഇസ്ലാമിക് വെൽഫെയർ ഫോറം എന്ന ഇത്തരത്തിലുള്ള ഒരു സംഘടന എടവനക്കാടുണ്ട്. പലിശരഹിത വായ്പ നൽകുന്ന ഒരു പരസ്പര സഹായ ഫോറം. അതിൻ്റെ ഒരു പ്രവർത്തകനാണ്. അതിൻ്റെ ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനവും പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിമിതി അതിനേക്കാൾ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടും ഞാനൊരു വിശാലനായ പ്രസംഗികനല്ലാത്തത് കൊണ്ടും ഇത് വളരെ ലളിതമായ 2-3 കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയുമായി നിങ്ങളോട് പങ്കുവെക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെപ്പറ്റി വളരെ ഗഹനമായ പ്രസംഗങ്ങൾ, വളരെ നല്ല രസകരമായ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വേദിയിൽ പങ്കുവെച്ച് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ലോകത്തെ ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആധുനിക സാമ്പത്തിക നയങ്ങൾക്ക് പറ്റിയ പതർച്ച, അത് സ്വയമേ ഉണ്ടാക്കി വെച്ച ഈ അപ്രമാദിത്വത്തിൻ്റെ അതിൻ്റെ ഉയർത്തിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ അതിൻ്റെ കിടിലം കൊണ്ട് എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഭയപ്പാട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആത്മാവ് ഇങ്ങനെ അഴകിട്ട പ്രേതമായിട്ട് ഇപ്പോൾ യൂറോപ്പിനെ വലയം ചെയ്ത് നമ്മുടെ സ്വാതന്ത്ര്യപ്രാസം ഇറ്റലി അതുപോലെ തന്നെ രാജ്യങ്ങളെയൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ ഗതികേടിലായിട്ടിരിക്കുകയാണ് സാമ്പത്തിക ശാസ്ത്രം. ഇപ്പോൾ ഇതിന് ബദലായിട്ട് 1400 വർഷങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ നഖശിഖാന്തം എതിർക്കുകയും അതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്ത ഇവർ ഇപ്പം ഇതിൽ നിന്ന് തന്നെ ഒരല്പം ഊർജം കൊണ്ട് എങ്ങനെയെങ്കിലും നിലനിൽക്കാനുള്ള ഈ സാമ്പത്തിക രംഗത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നിലനിൽക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് നമ്മളുടെ ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ഈ സംഘടന അതുപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ഇസ്ലാമിക് വെൽഫെയർ ഫോറം എന്ന് പറയുന്ന സംഘടന, ഇത് സാധാരണ വളരെ ലളിതമായി പറഞ്ഞാൽ ഈ പണം അതായത് അതിന് ഒരു പലിശയില്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക ക്രമം നമ്മളുടെ ചെറിയ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ ആ പലിശരഹിത സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ ഏറ്റവും സുഗമമായ വശം നമ്മുടെ സാധാരണക്കാർക്ക് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക. ഇതാണ്. ഇനി പണം എന്നാണ് ഇതിൻ്റെയൊക്കെ മീഡിയം പണമാണല്ലോ. ഈ പണത്തിന് ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൊടുത്തിരിക്കുന്ന രസകരമായിട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ടും അത് എല്ലാ അക്കാഡമിക് തലങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് ക്രൗദർ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആ ഡെഫിനിഷൻ അതിന് പറഞ്ഞത്. മണി ഈസ് വാട്ട് മണി ഡസ്. പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. പണം എന്താണോ അത് ചെയ്യുന്നത് അതാണ് പണം. അപ്പോൾ അതിൻ്റെ അർത്ഥം പണം വെറുതെ എൻ്റെ കയ്യിലിരുന്നാൽ അതിന് എന്ത് പറ്റൂലെന്നാണ് പറയണത്. അതിന് ഒരു മൂല്യം ഉണ്ടാകാൻ, അതിനൊരു നന്മ ഉണ്ടാകാനായിട്ട് പറ്റൂല. അതൊന്ന് പ്രവർത്തിക്കണം. അപ്പൊ പ്രവർത്തിക്കാതെ ഇരിക്കുക എന്നുള്ളത് പണത്തിന്റെ ഒരു ദൗർബല്യമാണ്. അത് പണം ഐഡിയലായിട്ട് അടച്ചുപൂട്ടി വെക്കപ്പെട്ട പണം ഒരു ഗുണവും ചെയ്യില്ല. എല്ലാവർക്കും അറിയാം. ഇത് ഇന്ന് പറയണ്ട, 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മനുഷ്യൻ ഇത് ഉറക്കെ പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഫലമായിട്ടാണല്ലോ നമ്മളിൽ ഐഡിയലായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന കെട്ടിവെക്കപ്പെട്ട പണങ്ങൾ, അതായത് ക്യാഷ് ആയാലും നമ്മളുടെ സ്വർണമായാലും വെള്ളിയൊക്കെ ആയാലും കെട്ടിവെച്ച് വല്ലതും വെറുതെ ഇരുന്നാലും വരുമാനമൊന്നും ഉണ്ടാക്കാനും നമ്മൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കണം. സക്കാത്ത് കൊടുത്താൽ പിന്നെ അത് തീർന്നു പോകും. അപ്പൊ സക്കാത്ത് കൊടുക്കുക അതിനുള്ള പ്രേരകം എന്താണെന്ന് വെച്ചാൽ അത് പുറത്തേക്ക് വിട്ട് അത് ഉപയോഗപ്പെടുത്തി അതിന്ന് വരുമാനം ഉണ്ടാക്കി സക്കാത്ത് കൊടുക്കണം. അപ്പൊ പണത്തിന് ഐഡിയലാക്കി ഇങ്ങനെ വെറുതെ ഇരുത്ത എന്ന് പറഞ്ഞാല് അത് ഒരു സാമൂഹ്യ തിന്മയാണ്. ആരും ചെയ്യാൻ പാടില്ല. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു 2 നബിവചനമാണ് ഇപ്പൊ എനിക്ക് രസമായിട്ട് ഓർമ്മ വന്നത്. അതെന്താന്ന് വെച്ചാൽ നബിവചനം ഈ എടവനക്കാടുകാർക്ക് ഈ
ഈ കടം കൊടുക്കല്, അതുപോലെ സദക്ക സക്കാത്ത്, ഈ വകയുള്ള സാമ്പത്തിക വിഷയത്തിന്റെ എല്ലാ ദീനിയായ വശങ്ങളും മിക്കവാറും അറിയാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ IWF 13 വർഷം മുമ്പ് അവിടെ സ്ഥാപിക്കപ്പെട്ടോ അതിന്റെ പ്രചാരണാർത്ഥം മഹലുകളിൽ നിന്ന് ഇതിന്റെ ഉത്ബോധനം ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ്. അതായത് ദാനം നൽകുന്നവന് 10 ഇരട്ടി പ്രതിഫലം, കടം നൽകുന്നവന് 18 ഇരട്ടി പ്രതിഫലം. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസാണ്. വെറുതെ കൊടുത്താൽ 10 ഇരട്ടി പ്രതിഫലവും കടം കൊടുത്താൽ 18 ഇരട്ടി പ്രതിഫലവും. പിന്നെ വേറൊരു ഹദീസ്, രക്തസാക്ഷിയായ ഒരു മനുഷ്യന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും അവന്റെ കടബാധ്യത ഒഴികെ. രക്തസാക്ഷിയായ ഒരു മനുഷ്യന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും അവന്റെ കടബാധ്യത ഒഴികെയെന്ന്. അപ്പോ ഞാൻ ഞങ്ങളുടെ ഇസ്ലാമിക് വെൽഫെയർ ഫോറം എടവനക്കാട് അവിടെ ഇപ്പോ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച വർക്കിംഗ് ക്യാപിറ്റലായിട്ട് 90 ലക്ഷം രൂപയുണ്ട്. 90 ലക്ഷം രൂപ ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പലിശ രഹിതമായിട്ട് വായ്പ കൊടുത്തോട്ടെന്നും പറഞ്ഞ് ആ സംഘടന ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 90 ലക്ഷം രൂപ ഇതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാലേ, ഇത് നമ്മൾക്ക് മനസ്സിലായത് ഈ ഒരു പ്രത്യയശാസ്ത്രവും വേണ്ട. അവിടെ മഹലിൽ നിന്ന് തന്നെ ദീനി ഈ വിഷയത്തോടെ പ്രചരണത്തിന്റെ ഭാഗമായി മെമ്പറുകളിൽ നിന്ന് ഉയർന്ന് എന്തെന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ്, അതായത് കടം കൊടുത്താലേ 18 ഇരട്ടി പ്രതിഫലം ഉണ്ടാവുമെന്ന് അതവർക്ക് ബോധ്യമായി വെളിച്ചത്തിലേ അവർക്ക് ഇന്ന് ആവശ്യമില്ലാത്ത പണം, അത് 1000, 10,000, 50,000 ചെറിയ സംഖ്യകളും എനിക്ക് ഇന്ന് ആവശ്യമില്ല, 1 ലക്ഷം രൂപ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അത് ഉപയോഗിക്കപ്പെടണം. നേരത്തെ പറഞ്ഞ പണം അത് പ്രവർത്തിക്കണം. അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ റസൂലിന്റെ വാക്കെടുത്ത്, നമ്മുടെ ദീനിന്റെ ആ ഇസ്ലാം ദീനിന്റെ വാക്കെടുത്ത് എന്ത് നിങ്ങൾക്ക് 18 ഇരട്ടി പ്രതിഫലം കിട്ടോട്ടാ, നിങ്ങൾ വെറുതെ കൊടുക്കണേലും കൂലി കിട്ടുമെന്ന്. അപ്പോ നമ്മൾക്കൊരു പ്രചോദനം ഉണ്ടായി. നമ്മളിൽ ഇരിക്കുന്ന പണം എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ കയ്യിൽ വെറുതെ ഇരിക്കരുത്. അത് ഇപ്പൊ ആരോ എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്, അപ്പൊ 3 മാസം കഴിഞ്ഞ് എനിക്ക് ആവശ്യപ്പെടുന്നവരും വേറെ ആൾക്ക് ഈ പണം ആവശ്യം വരും. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്താം, അവർക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു മീഡിയം ഉണ്ടായി. ഏത് ഇവിടെ നമ്മളിപ്പോ അൽകിബ ഓപ്പൺ ചെയ്തതുപോലെ ഒരു മീഡിയം ഇടവർക്കാട്ടുണ്ടായി, ഇസ്ലാമിക് വെൽഫെയർ ഫോറം. അപ്പൊ അവർക്ക് അവരുടെ പണം നഷ്ടപ്പെടാതെ ആ ദീനിന്റെ ആ സൗഭാഗ്യം അനുഭവിക്കാൻ ഒരു വേദി. അപ്പോ അവരെന്ത് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ 90 ലക്ഷം രൂപ കഴിഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി. അപ്പോ എല്ലാ സങ്കുചിതത്തിന്റെയും എന്റെ പണം എന്റേത് മാത്രമാണ്, അത് എനിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റാൾക്കും അത് പറ്റൂല എന്നുള്ള ആ സങ്കുചത്തിന്റെ പൂട്ടുണ്ടല്ല റസൂൽ ഒരൊറ്റ വാക്കിൽ പൊടിച്ചു കളഞ്ഞു. അത് ഉൾക്കൊള്ളാനുള്ള കരുത്ത് നമ്മൾക്ക് ഉണ്ടാവുമ്പോ ഞങ്ങൾ ഒരു പ്രചരണം നടത്താണ്ട് 90 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പ്രചരണം നടത്തി മഹലിൽ അഴിച്ചുവിട്ട് പ്രചരണം നടത്തിയാൽ എന്തുണ്ടാവും പറയുമ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല, അവിടെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂലാത്ത അവസ്ഥ. അത് എവിടെ മതി, അതിങ്ങനെയാണ് ദീൻ, അങ്ങനെയാണ് ഇസ്ലാം ദീൻ. ഇപ്പോ ഇനി പണം, ഇപ്പോ നമ്മൾ പറഞ്ഞു പണം എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറണം, അപ്പോഴാണ് എന്ത് ഉത്പാദനം ഉണ്ടാവുള്ളൂ. ഈ ഉത്പാദനം ഉണ്ടായാലേ ഉണ്ടുള്ളൂ സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യ പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ല എന്റെ കയ്യിൽ പണം വെറുതെ ഇരുന്ന് അതുകൊണ്ട് പുരോഗതി ഉണ്ടാവണില്ല. അതുകൊണ്ടാണ് വേറെ ഉപയോഗിക്കാൻ കൊടുക്കണമെന്നല്ല. അപ്പൊ ഉപയോഗിക്കാൻ കൊടുക്കണമെങ്കിൽ ഇവിടെ വലിയ വിഷയങ്ങളുണ്ട്. ബാങ്കിനെ സമീപിക്കണം, എനിക്ക് കഴിവുണ്ട്, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഓണ്ടർപ്രണർ പറയും, സംരംഭകൻ, എനിക്കറിയാം, പക്ഷെ എൻ്റെ പണമില്ല, പണം ബാങ്കിൽ ചെന്ന് മേടിക്കണം. പണം ബാങ്കിൽ ചെന്ന് മേടിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം അമ്മ? അവിടെ വലിയ പ്രശ്നങ്ങളാണ്. പലിശ കൊടുത്താൽ തന്നെ പോരാ, സെക്യൂരിറ്റി കൊടുക്കണം, ഗോൾഡ് കൊടുക്കണം, അല്ലെങ്കിൽ ലാൻഡ് കൊടുക്കണം. ഇത് വലിയ പ്രശ്നമാണ്. അത് ഇല്ലാത്തവന് അത് വലിയ പ്രശ്നമാണ്. അപ്പോ എല്ലാ സംരംഭകരെയും കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല. ഉള്ളവനിക്ക് ഇത് പറ്റൂല, ഇത് പറ്റൂല. ഇത് ഇല്ലാത്തവനും വെക്കണം. നമ്മ കൊടുക്കണത് ഇത് ഒന്നുമില്ലാത്തവനെയാണ്. അവിടെ കൊടുത്തത് ഈ വർഷം കൊടുത്തത് 1,92 ലക്ഷം രൂപ പലിശ രഹിത വായ്പയാണ് ഇടവനക്കാട്. 1,92 ലക്ഷം രൂപ പലിശ രഹിത വായ്പ കൊടുത്ത്. അപ്പോ ഈ പൈസ വായ്പ കൊടുക്കാൻ ഒരു പേടിയുണ്ടായില്ല, ഈ കാശ് തിരിച്ചു കിട്ടൂലേ, അത് വലിയ പ്രശ്നമല്ലേ. എല്ലാ ബാങ്കുകാരും 1,92 ലക്ഷം രൂപക്ക് 2 കോടി രൂപ മുതലുകൊണ്ട് വെച്ച് കൊടുക്കണം അല്ലേ എല്ലാവർക്കും, എങ്കിലല്ലേ കിട്ടുള്ളൂ. വലിയ വിഷയമുണ്ട്. ഇതിനൊരു വിഷയം ഉണ്ടായില്ല. റസൂല് പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ പറയുന്ന ഹദീസ്, ഒരു രക്തസാക്ഷിയുടെ ദീനിനു വേണ്ടി, മതത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി മരിച്ച മനുഷ്യന്റെ എല്ലാ പാപവും പൊറുക്കും. പക്ഷേ അവൻ ഭൂമിയിൽ ഉണ്ടാക്കിയ വായ്പ വാങ്ങിച്ച കടബാധ്യത ഉണ്ടല്ലോ, അത് പൊറുക്കൂല. അപ്പോ
ഒരു രക്തസാക്ഷിയായ ഏറ്റവും സൗഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് സ്വർഗത്തിന്റെ ഇടയിലിട്ട് തടയണം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയിൽ വന്ന് നിൽക്കുന്നവരാ ഈ കടബാധ്യതയായിപ്പോ. അങ്ങനെ റസൂൽ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എല്ലാവർക്കും എന്ത് തോന്നി അറിയാമോ? അത് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ട്. അപ്പോ ഈ രക്തസാക്ഷിത്വം ഇല്ലാത്ത, അതിന്റെ അടുത്തുപോലും എത്താത്ത നമ്മളൊക്കെ എങ്ങനെ പ്രവേശിക്കും സ്വർഗത്തിലേക്ക് കടങ്ങളെ കൊണ്ട്? അപ്പോ വലിയ വിഷയം ഉണ്ടായില്ല. 1,92 ലക്ഷം രൂപ പിരിച്ചെടുക്കാൻ ഞാൻ ഒരു പ്രയാസം പഠിച്ചത് സഹായിച്ചിട്ട് വരില്ല. ഇപ്പോ 9,60,00,000 രൂപ ഈ 13 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 9,60,00,000 രൂപ. 2009 വരെ ഒരാൾ 1 രൂപ തരാനില്ല. എല്ലാവരും കാശ് തിരിച്ചു തന്നു. അതിനുശേഷം ഇപ്പൊ 80,000 രൂപ കുടിശ്ശികയുണ്ട്. കുടിശ്ശിക എന്നാണ് പറയാ. ഇന്ന് തരാന്ന് പറഞ്ഞ കാശൊന്നും തന്നിട്ടില്ല. അതിനൊക്കെ കുടിശ്ശിക ലിസ്റ്റിൽ വരും. അത് അവിടെ കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടറൈസ് ചെയ്ത സ്ഥാപനമാണ്. കംപ്ലീറ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഈ സ്ഥാപനം. അപ്പൊ ഇന്ന് തരാന്ന് പറഞ്ഞ് ആൾ തന്നില്ലെങ്കിൽ അപ്പൊ തന്നെ കമ്പ്യൂട്ടർ അടിച്ച് അരിയറിലേക്ക് ഇടും, കുടിശ്ശികയിലേക്ക് ഇടും. അങ്ങനെയുള്ള 80,000 രൂപയുണ്ട്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, നമ്മള് പ്രവർത്തിക്കാൻ സന്നദ്ധമാണെങ്കിൽ നമ്മളുടെ ദീൻ ഇതിനെല്ലാത്തൊരു താക്കോലിട്ടിട്ടുണ്ട്. ആ താക്കോല് അതിന്റെ യഥാവിധി അതിനകത്തിട്ട് തുറക്കാത്തതാണ് നമ്മൾക്കെല്ലാം ഇതിന് എന്ത് ചെയ്യാൻ പ്രേരമാകാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോ ഇനി സമയമില്ല, എനിക്ക് ഞാൻ പറയാണ്. അപ്പൊ ഇനി ഇതിൻ്റെ അകത്ത് ഞങ്ങൾ 13 വർഷം, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സാമ്യമായിട്ട് പറയാം, 13 വർഷമായിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ്. ഇത് ആ മഹലിൽ എല്ലാവർക്കും അറിയാം, മഹലിലെ എല്ലാ മുസ്ലിമുകൾക്കും അറിയാം. അവരുടെ അവിടെ മഹലിലുള്ളവരുടെ സാധാരണക്കാരുടെ വരുമാനം അവർക്ക് നഷ്ടപ്പെട്ടു പോകാതെ തൻ്റെ ചില്ലറ പണങ്ങൾ തങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ സമൂഹത്തിന്റെ നന്മക്കായിട്ട് ഉപയോഗിക്കാം എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ അതവിടെ കൊണ്ട് നിക്ഷേപിക്കും. ആ നിക്ഷേപിച്ച പൈസ അവർക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുകയും അതിനിടയിൽ നമ്മൾ മറ്റുള്ള സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ അതിൽ നിന്ന് ആ ആവശ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു രീതി. ഇപ്പോ ഞാൻ ഇനിയിപ്പോ എനിക്ക് പരിമിതി ഉണ്ട് സമയം, അതനുസരിച്ച് ഞാൻ നിർത്തുന്നത്. ഏതായാലും ഇവിടെ തുടങ്ങി വെച്ച നമ്മുടെ ഈ സംരംഭം അള്ളാഹു എല്ലാ നിലയിലും ഈ പ്രദേശത്തിന്റെ ഹൈറും ബർക്കത്തും ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ ചൊല്ലുന്നു. അസ്സലാമു അലൈക്കും. നന്ദി. കെ. അബ്ദുൽ കയ്യൂം സാഹിബ്.